നമ്മുടെ പുല്ലൻ്റെ വികൃതിത്തരങ്ങൾ ഓരോ ദിവസവും കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ് കേട്ടോ. നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആടുകളൊന്നും പുൽക്കൂട്ടി കയറാതിരിക്കാൻ വേണ്ടി പട്ടികയൊക്കെ വെച്ച് നമ്മൾ കെട്ടിയായിരുന്നു. അത് അവൻ ഇതുപോലെ ഒടിച്ചു കളഞ്ഞു. അതിനുശേഷം നമ്മുടെ മഹാഗണിയുടെ നല്ല അറുത്ത 2 പട്ടിക വെച്ച് നമ്മൾ കെട്ടിക്കൊടുത്തു. പിന്നെ അവൻ്റെ ഗുസ്തി ആ മഹാഗണി പട്ടികകളോടായിരുന്നു. അവസാനം മഹാഗണിയുടെ പട്ടിക തോറ്റു കൊടുത്തു കേട്ടോ പുല്ലൻ്റെ മുമ്പിൽ. പുല്ലൻ ജയിക്കുകയും ചെയ്തു. അവൻ ഇടിച്ച് ഒടിച്ചു കളഞ്ഞു. ഇത് കെട്ടിയിട്ടിപ്പോൾ 4 ദിവസമേ ആയുള്ളൂ. 4ാം പൊക്കം അവൻ ഒടിച്ചു കളഞ്ഞു. അവൻ ഇത് ഒടിച്ചു കളഞ്ഞ് ഇതുപോലെ പുൽക്കൂടിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞ് താഴത്തേക്ക് ചാടി കഴിഞ്ഞാൽ കുരുങ്ങാനുള്ള ചാൻസും ഉണ്ട്. ഒരെണ്ണം ഒടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയ പട്ടിക കഷ്ണത്തോടായിട്ട് പിന്നെ ഗുസ്തി. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ നല്ല തേക്കിൻ്റെ നല്ലൊരു ഇഴ വെച്ച് കെട്ടി കൊടുക്കണം എന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കണേ. പിന്നെ ഇത് ഒടിച്ചതിന് ശേഷം അവൻ്റെ ഇതുപോലെ ഈ വാരിയുടെ മുകളിൽ കയറി കിടക്കുകയാണ് ചെയ്യുന്നത്. 6 മാസം കഴിയുമ്പോൾ തൊട്ട് തന്നെ ഈ മുട്ടന്മാരുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും. അത് ശരിയാണ്, നമ്മുടെ പുല്ലിൻ്റെ സ്വഭാവം ഓരോ ദിവസവും കഴിയുന്തോറും തന്നെ അവൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.